നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. 2.5 കോടി രൂപ ചെലവാക്കി 8 വർഷമെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ചാഴൂർ പഞ്ചായത്തിലെ മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ഗ്രാമീണ മേഖലയിൽ മികച്ച സൗകര്യങ്ങളോടെയുള്ള ഇൻഡോർ സ്റ്റേഡിയം എന്ന സ്വപ്ന പദ്ധതി 2015 മുൻ MLA ഗീതാ ഗോപിയാണ് തുടങ്ങിവെച്ചത്. ആ വർഷം 1 കോടിയും 2020 70 ലക്ഷവും 2021 30 ലക്ഷവും 2022 അവസാന ഘട്ടമായി CC മുകുന്ദൻ MLA 45 ലക്ഷവുമാണ് ഇതിനായി അനുവദിച്ചത്. കരാറുകാരുടെ അനാസ്ഥയും നിർമ്മാണത്തിലെ അപാകതയുമാണ് പദ്ധതി പൂർത്തീകരണത്തിലെ കാലതാമസത്തിന് കാരണമായത്. 8118 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ കെട്ടിട സമുച്ചയത്തിൽ ഷട്ടിൽ, വോളിബോൾ കോർട്ടുകളുണ്ട്. മറ്റു കലാകായിക ഇനങ്ങൾക്കും കൂടി ഉപയോഗപ്പെടുത്താം. കേരളോത്സവത്തിലടക്കം വിവിധ കായിക മത്സരങ്ങൾ നടത്താൻ സ്ഥലമില്ലാതെ പഞ്ചായത്ത് വലയുമ്പോഴും ഇൻഡോർ സ്റ്റേഡിയം തുറന്നുകൊടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ചാഴൂർ പഞ്ചായത്ത് UDF അംഗം PK ഇബ്രാഹിം ആരോപിച്ചു. വ്യത്യസ്ത ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണമായതിനാലും കോവിഡ് പ്രതിസന്ധിയും മൂലമാണ് കാലതാമസം നേരിട്ടതെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. ജനുവരി 22 തിങ്കളാഴ്ച വൈകിട്ട് 5-ന് ഉദ്ഘാടന ചടങ്ങിൻ്റെ സംഘാടക സമിതി ചേരുമെന്നും ഫെബ്രുവരി 11 ഞായറാഴ്ച മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുമെന്നും ചാഴൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. DYFIയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കപ്പെട്ട മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി മണലൂർ ബ്ലോക്ക് സംഘാടക സമിതി സംഘടിപ്പിച്ച പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി മെമ്പർ TV ഹരിദാസൻ, ഏരിയ സെക്രട്ടറി CK വിജയൻ, CPM ഏരിയ കമ്മിറ്റി മെമ്പർ VN സുർജിത്ത്, PA രമേശൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി ആഷിഖ് വലിയകത്ത്, പ്രസിഡന്റ് K സച്ചിൻ, ട്രഷറർ മിഥുൻ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 104-ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക K ബീനയ്ക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം വിനീത് വിശ്വം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അധ്യക്ഷനായി. സംസ്ഥാന ദേശീയ തലങ്ങളിൽ മെഡലുകൾ നേടിയ വിദ്യാർത്ഥികൾക്ക് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, സമാജം സ്കൂൾ മാനേജർ PA ജയപ്രകാശ് എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി. ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് TV സുഗതൻ, സെക്രട്ടറി സുധാകരൻ മണ്ടത്ര, ട്രഷറർ സുരേഷ് ബാബു വന്നേരി, പഞ്ചായത്ത് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, PTA വൈസ് പ്രസിഡന്റ് ധനേഷ് മടത്തിപ്പറമ്പിൽ, മാതൃസംഘം പ്രസിഡന്റ് ടോളി വിനീഷ്, സ്റ്റാഫ് സെക്രട്ടറി PD ഷാജി, പ്രോഗ്രാം കൺവീനർ സൗമ്യ ദേവസി, സ്കൂൾ ചെയർമാൻ KR ആദിത്യൻ, സ്കൂൾ പ്രിൻസിപ്പാൾ പ്രീത P രവീന്ദ്രൻ, പ്രധാനാധ്യാപിക ജയന്തി N മേനോൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സ്കൂൾ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചുള്ള പ്രദർശനവും ഉണ്ടായിരുന്നു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പഴുവിൽ സെൻറ് ആൻ്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും സംയുക്തമായി ആഘോഷിക്കുന്ന തിരുനാളിൻ്റെ കൂട് തുറക്കൽ ശുശ്രൂഷ ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെൻ്റ് ചെറുവത്തൂർ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ട്രസ്റ്റിമാരായ ജെയിംസ് ചാലിശ്ശേരി, സോബി ഡേവിസ്, റാഫി ആലപ്പാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ആൻഡോ ചാലിശ്ശേരി, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി 10 മണിക്ക് പള്ളി അങ്കണത്തിൽ സമാപിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU വാടാനപ്പള്ളി പഞ്ചായത്ത് സമ്മേളനം തൃത്തല്ലൂർ ശ്രീശൈലം ഹാളിൽ നടന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. SSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, K പ്രഭാകരൻ പിള്ള, NK ലോഹിതാക്ഷൻ, AM അബ്ദുൽ ജലാൽ, KK ലളിത, VB രഘു, TR ശശികല തുടങ്ങിയവർ സംസാരിച്ചു. എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉഷപൂജ, പന്തിരടി പൂജ, ശ്രീഭൂതബലി, ബിംബശുദ്ധി, വൈകിട്ട് ദീപാരാധന, മുളയിടൽ, ആചാര്യവരണം എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ശാന്തി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തിമാരായ സന്ദീപ് ശാന്തി, സുജയ് ശാന്തി എന്നിവർ സഹകാർമ്മികരായി.
സമാജം പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, സെക്രട്ടറി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, ട്രഷറർ സലീൽ മുളങ്ങിൽ, വൈസ് പ്രസിഡന്റ് സുമോദ് എരനേഴത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ അജിത് കാരയിൽ തെക്കൂട്ട്, രഞ്ജൻ എരുമത്തുരുത്തി, സുനിൽകുമാർ അണക്കത്തിൽ, ജിനൻ വാഴപ്പുള്ളി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടിയേറ്റത്തിന് ശേഷം വർണ്ണമഴ, കലവറ നിറയ്ക്കൽ, അത്താഴപൂജ, തുടർന്ന് സമാജം ഏർപ്പെടുത്തിയ ഭദ്രാചല പുരസ്കാരം ആതുര സേവന രംഗത്ത് 3 പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ രഞ്ജിനി ജയപ്രകാശിനെ നൽകി ആദരിച്ചു. കോഴിപ്പറമ്പിൽ മാമയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ബിടെക് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ മുളങ്ങിൽ സലീൽ മകൾ അമൂല്യയ്ക്ക് SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ നൽകി ആദരിച്ചു. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമനം ലഭിച്ച അഡ്വക്കേറ്റ് പ്രതിഭ റാമിനെ ചടങ്ങിൽ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.